ഹായ്, ഞാൻ സലു. ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ എപ്പോഴും പൂവിട്ട് നിൽക്കുന്ന ചെടികളെക്കുറിച്ചാണ്. ഹസ്ബൻഡ് വീട്ടിൽ പോയപ്പം അവിടെ കുറച്ച് ചെടികളൊക്കെ അമ്മ നട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചെടികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വർഷത്തിൽ എല്ലാ ദിവസവും പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഒരു ചെടിയാണ് മെലാപോഡിയം അല്ലെങ്കിൽ ബട്ടർ ഡേസി പ്ലാന്റ്. ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് അമേരിക്കയാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് ഡയറക്റ്റ് സൺലൈറ്റ് ആഗ്രഹിക്കുന്ന ഒരു ചെടിയും കൂടിയാണ്. നല്ലപോലെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ നല്ലപോലെ പൂത്ത് നിൽക്കത്തുള്ളൂ. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് ഈ ചെടി വളരത്തില്ല, പെട്ടെന്ന് തന്നെ അഴുകി പോകുന്നതാണ്. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് വാട്ടർ ലില്ലീസ്. മിക്ക ദിവസവും അത് നന്നായിട്ട് പൂത്ത് നിൽക്കുന്നത് കാണാൻ സാധിക്കും. പല കളറിലുണ്ട്. ഇപ്പം വൈറ്റ് ഉണ്ട്, ലൈറ്റ് ക്രീം കളറിലുണ്ട്, റെഡ് ഉണ്ട്, അങ്ങനെ പല കളേഴ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് കെയർ നന്നായിട്ട് കൊടുക്കേണ്ട ഒരു ചെടിയും കൂടിയാണ്. പക്ഷേ മിക്കപ്പോഴും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ്. നല്ല പോലെ ഡയറക്റ്റ് സൺലൈറ്റ് ആഗ്രഹിക്കുന്ന ഒരു ചെടിയും കൂടിയാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന തെച്ചിപ്പൂവാണ്. എക്സോറ എന്ന് പറയും. അതുപോലെ തന്നെ വെസ്റ്റ് ഇന്ത്യൻ ജാസ്മിൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. വർഷങ്ങളായിട്ട് മലയാളികളുടെ എല്ലാവരുടെയും പൂന്തോട്ടത്തിൽ കാണുന്ന ഒരു ചെടിയാണ് തെച്ചിപ്പൂവ്. ഇത് 562 സ്പീഷീസിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്ന, പല വെറൈറ്റീസിലായിട്ട്. അതുപോലെ തന്നെ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ്. എന്നാൽ മാത്രമേ നന്നായിട്ട് പൂത്ത് നിൽക്കത്തുള്ളൂ. അതുപോലെ തന്നെ സ്പ്രിംഗ് സീസൺ എത്തുമ്പോഴത്തേക്ക് നന്നായിട്ട് പ്രൂൺ ചെയ്ത് ഇത് കട്ട് ചെയ്ത് നല്ല പോലെ വൃത്തിയാക്കി വെക്കണം. എന്നാൽ മാത്രമേ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവത്തുള്ളൂ. അതുപോലെ കുറച്ച് കെയർ കൊടുക്കേണ്ട ഒരു ചെടിയും കൂടിയാണ്. ഇതിന് ഒരുപാട് കീടങ്ങളുടെ ശല്യം ഉണ്ടാകാറുണ്ട്. ഈ പ്ലാന്റിൻ്റെ പേരാണ് മഡഗാസ്കർ പെരിവിങ്കൽ, അതുപോലെ നിത്യകല്യാണി എന്നും പറയുന്നു. പല സ്ഥലങ്ങളിൽ പല പേരുകളാണ് ഈ പ്ലാന്റിനുള്ളത്. 365 ദിവസവും നല്ല പോലെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഒരു ചെടിയാണ്. നല്ലപോലെ വെയിലുള്ളിടത്താണ് കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നത്. ശരിക്കും ഒരു ഔട്ട്ഡോർ ചെടിയും കൂടിയാണ്. ഇൻഡോറിൽ നമ്മൾ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ പോലും ഇതിൽ പൂക്കൾ ഇത്രയും ഉണ്ടാവത്തില്ല. ഇതിന് അധികം കെയറൊന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ്. നമുക്ക് ഇതിൻ്റെ തണ്ടുകൾ തന്നെ മുറിച്ച് നടാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഒരുപാട് വെറൈറ്റീസിൽ പല കളേഴ്സിലും നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഹൈഡ്രേഞ്ചിയ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ശരിക്കും നേറ്റീവ് പ്ലേസ് ഏഷ്യ ആൻഡ് ആഫ്രിക്കയിലാണ്. ഏകദേശം 70-75 സ്പീഷീസിലാണ് ഈ പ്ലാന്റ്സ് ഉള്ളത്. ഒരുപാട് ഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസിൽ പല കളേഴ്സിലും നമ്മുടെ ഇപ്പോഴത്തെ നഴ്സറികളിലെല്ലാം തന്നെ കാണാൻ സാധിക്കും. ഇത് നല്ല ഒരു ബോൾ ഷേപ്പിൽ നല്ല കൂട്ടം കൂടി നിൽക്കുന്ന പൂക്കളാണ്. ഇതും മിക്ക സമയത്തും പൂത്ത് തന്നെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇത് എപ്പോഴും പൂത്ത് നിൽക്കുന്ന ഒരു ചെടിയാണ് മെലസ്റ്റോമ പ്ലാന്റ്. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് അതിരാണി എന്നാണ് ഈ പ്ലാന്റിനെ പറയുന്നത്. എപ്പോഴും പൂക്കൾ കാണും. അതുമാത്രമല്ല നല്ല വലുപ്പമുള്ള പൂക്കളാണ്. ഇത് നമുക്ക് മണ്ണിൽ നടുന്നതാണ് ഏറ്റവും നല്ലത്. ചട്ടിയിലൊക്കെ നട്ട് കഴിഞ്ഞാൽ ഇത് നല്ല പൊക്കം വെക്കുന്ന ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റിന് എന്നും നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒരു പ്ലാന്റാണ്. എല്ലാ ദിവസവും നനയ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലതായിട്ട് വളരത്തുള്ളൂ. ഈ പ്ലാന്റിൻ്റെ പേരാണ് ഫുട്ബോൾ ലില്ലി. ഇതിന് ഒരുപാട് പേരുകളുണ്ട്. നമ്മുടെ മലയാളത്തിൽ മെയ് മാസറാണി എന്നൊക്കെയാണ് ഈ പ്ലാന്റിനെ പറയുന്നത്. അതുപോലെ തന്നെ ഈ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസി ആയിട്ടുള്ളതാണ്. ഈ പ്ലാന്റിൻ്റെ അടിയിലായിട്ട് തന്നെ ബൾബുകൾ കാണാൻ സാധിക്കും. അത് മാറ്റിയാണ് നടേണ്ടത്. അതുപോലെ തന്നെ ഇത് എല്ലാ വർഷവും എപ്പോഴും പൂക്കുന്ന ഒരു ചെടിയല്ല. 2 സ്റ്റേജിലായിട്ടാണ് ഇത് പൂക്കുന്നത്. മിക്കവാറും മെയ് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ഇതിൽ പൂക്കൾ കണ്ടുവരുന്നത്. ഇത് മേരിഗോൾഡ്. എല്ലാവരുടെയും ഗാർഡനിൽ വളരെ ഭംഗിയായിട്ടുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയും കൂടിയാണ്.
സൂര്യകാന്തി വർഗത്തിലുള്ള ഒരിനം ചെടിയാണ് ജമന്തി. ഇത് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്, ചെണ്ടുമല്ലി എന്നൊക്കെ. ഇതിന് ഏറ്റവും കൂടുതൽ നല്ല വെളിച്ചമുള്ള, അതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് നന്നായിട്ട് കിട്ടുന്ന ഒരു ഭാഗത്ത് വേണം ഈ ചെടി വെക്കാനായിട്ട്. എന്നാൽ മാത്രമേ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകത്തുള്ളൂ. ഇത് ഔട്ട്ഡോറിന് പ്രിഫർ ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. അതുപോലെ ഇത് ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് അവിടുന്ന് തന്നെ ബ്രാഞ്ചസ് ഉണ്ടായി പൊട്ടിമുളച്ച് കൂടുതൽ പൂക്കൾ ഉണ്ടാവുന്ന കാണാം, ഒരു ബുഷിയായിട്ട് വളർന്നു വരുന്ന കാണാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വളരെ പൊക്കത്തിലോട്ട് നീളത്തിൽ തന്നെ വളരുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ സ്റ്റെമ്മിന് അത്ര ഒരു ബലമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് കാറ്റൊക്കെ വീശുന്ന സമയത്ത് ഇത് ഒടിഞ്ഞു വീഴുന്നത് കാണാം. ഈ പ്ലാന്റിൻ്റെ പേരാണ് ബ്രസീലിയൻ സ്നാപ്ഡ്രാഗൺ, അല്ലെങ്കിൽ വേറൊരു പേരും കൂടി ഉണ്ട്, ആമസോൺ ബ്ലൂ. അങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇപ്പം നമ്മളുടെ ഗാർഡനിലും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ചെടിയാണ്. എപ്പോഴും പൂത്ത് നിൽക്കുന്ന ഒരു ചെടിയാണ്. മഴക്കാലത്താണെങ്കിലും നല്ല പോലെ പൂവിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ്. ഇതിന് വലിയ ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് സൺലൈറ്റ് നല്ലതുപോലെ വേണം. പക്ഷേ നമ്മളുടെ ഗാർഡൻ വളരെ ഭംഗിയായിട്ട് നല്ല കളർഫുൾ ആക്കുന്ന ഒരു ചെടിയാണ്. ഇതിന് 2 പെറ്റൽസ് മാത്രമേ ഉള്ളൂ. അത്ര മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ്. പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഗാർഡനിൽ ഈ ഒരു ചെടി വേണം. അത്ര മനോഹരമാണ്. പെട്ടെന്ന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ സ്റ്റെം ഒടിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയാണ്. ഇത് ഇടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് വളരുന്നതാണ്. മഴക്കാലത്തും നല്ല പോലെ പൂ തരുന്ന ഒരു ചെടിയും കൂടിയാണ്. ഇത് നമ്മുടെ നാടൻ റോസ്. പൂക്കളുടെ കാര്യത്തിൽ ഒരു രാജകുമാരി തന്നെയാണ്. കാരണം ഇതിൻ്റെ വലുപ്പവും അതുപോലെ തന്നെ റോസിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ഒരുപാട് വന്നിട്ട് പോലും നാടൻ റോസിന് ഡിമാൻഡ് ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. ഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്നതാണ് റോസ്. ഇത് ബർമുഡ ബട്ടർകപ്പ് പ്ലാന്റ് ആണ്. ഇത് നവംബർ ടു ഏപ്രിൽ ആ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ തരുന്നത്. അതുപോലെ തന്നെ 6 to 12 ഇഞ്ചസ് ഹൈറ്റിലാണ് ഇത് വളരുന്നത്. ഇതിന് ഒരുപാട് പേരുകളുണ്ട്. ഒരു 5 പെറ്റൽസ് ആണ് കാണുന്നത്. അത് വളരെ ചെറിയ പൂക്കളാണെങ്കിലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ പ്ലാന്റിൻ്റെ പേരാണ് കല്യാണ സൗഗന്ധികം. നമ്മളുടെ എല്ലാം ഗാർഡനിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇതിന് ഒരുപാട് പേരുകളുണ്ട്. വൈറ്റ് ഗാർലൻ ലില്ലി, അതുപോലെ തന്നെ വൈറ്റ് ജിഞ്ചർ ലില്ലി, പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. നല്ല മണമുള്ള ഒരു പൂക്കളാണുള്ളത്. ഇതൊരു മലേഷ്യൻ പ്ലാന്റ് ആണ്, റെഡ് ജിഞ്ചർ. ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, പിങ്ക് കോൺ ജിഞ്ചർ എന്നറിയപ്പെടുന്നു. ഇത് കൂടുതലും പാർഷ്യൽ സൺലൈറ്റിൽ ഏതെങ്കിലും മരങ്ങളുടെ താഴെ നടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് ക്ലെമാറ്റിസ് ടെർനിഫ്ലോറ. ഇതിൻ്റെ പേര് ശരിക്കും നാട്ടിലൊക്കെ പറയുന്നത് ബ്രൈഡൽ ബൊക്കെ എന്നാണ്. ഒരു ക്രീപ്പറാണ്. നമ്മൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഈ ഒരു പ്ലാന്റിനെ ആർച്ച് ഷേപ്പിലോ അല്ലെങ്കിൽ പടർത്തി വിടാനാണെങ്കിൽ നമ്മളൊരു കയറ് കെട്ടി വിട്ടാൽ പോലും അതിൽ നന്നായിട്ട് പടർന്ന് പന്തലിക്കുന്ന ഒരു ചെടിയാണ്. ഈ ഫ്ലവേഴ്സിനൊക്കെ നല്ല മണമാണ്. എപ്പോഴും പൂക്കൾ കാണാൻ സാധിക്കും. ഒരു കൂട്ടം കൂടിയാണ് ഈ പൂക്കൾ കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പേരെനിക്ക് ശരിക്കും അറിയില്ല, പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ ഒരു കൂമ്പിൻ്റെ ഒരു ഷേപ്പിൽ ഒക്കെയാണ് ഈ ഒരു വാഴച്ചെടി വരുന്നത്. എനിക്ക് ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ അമ്മയുടെ ഗാർഡനിൽ വളരെ ഭംഗിയായിട്ട് ഇത് നിൽക്കുന്ന കാണുമ്പം ഒരുപാട് കിളികളും എല്ലാം വന്ന് ഇതിൻ്റെ തേൻ കുടിക്കാറുണ്ട്.
ഇത് നമ്മളുടെ സ്വന്തം ചെമ്പരത്തിയാണ്, ഹിബിസ്കസ് പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ എല്ലാം വീടുകളിൽ ഇപ്പം ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ള ചെമ്പരത്തി കാണാൻ സാധിക്കുന്നുണ്ട്. പല കളേഴ്സിൽ നഴ്സറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഇപ്പം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പെറ്റൽസ് എല്ലാം കാണാൻ തന്നെ വളരെ വ്യത്യാസമാണ്. സാധാരണ നമ്മളുടെ നാട്ടിലൊക്കെ കാണുന്ന ചെമ്പരത്തിയിൽ നിന്നും ഒരുപാട് വ്യത്യാസമാണ് ഈ ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ളത്. ഇതിന് നല്ലപോലെ വെയിലുള്ള ഭാഗത്ത് വേണം ഈ ഒരു ചെടി നടാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ചെടിക്ക് കൂടുതലും മോയിസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ ദിവസവും ഇതിന് വെള്ളം ഒഴിക്കുകയും വേണം. ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാലും ഈ ചെമ്പരത്തി ചെടി പെട്ടെന്ന് ചീത്തയാകും. അതുകൊണ്ട് തന്നെ നല്ല ഒരു എൻ്റെ അഭിപ്രായത്തിൽ പോട്ടിനേക്കാളിലും ഏറ്റവും നല്ലത് നിലത്ത് വെച്ചിട്ട് വളർത്തുന്നതാണ്. ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ളതെല്ലാം ഇപ്പം പോട്ടിലാണ് വരുന്നത്. സാധാരണ നാടൻ ചെമ്പരത്തി ആണെങ്കിൽ തറയിൽ വെച്ച് വളരുന്നതാണ് കൂടുതൽ കാണാനും ഭംഗി. ഇത് പ്ലുമേറിയ. പേര് കേട്ട് ആരും ഞെട്ടണ്ട, ഇത് നമ്മുടെ സ്വന്തം ചെമ്പകമാണ്. ഈ പ്ലാന്റ് ഒരുപാട് ഷെയ്ഡിലാണ് കാണാൻ സാധിക്കുന്നത്. റെഡ് കളറിൽ, അതുപോലെ തന്നെ വൈറ്റിൻ്റെ അകത്തൊരു യെല്ലോ ഷെയ്ഡോട് കൂടി കാണാൻ സാധിക്കും. നല്ല സൺലൈറ്റ് ഉള്ളിടത്താണ് ഇത് വളരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലീവ്സൊക്കെ നല്ല വലിയ വലുപ്പമുള്ള ലീവ്സാണ്. കെയർ ചെയ്യാനും വളരെ എളുപ്പമാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടതാണ് എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.